നമ്മൾ പലരും വെളിച്ചം കുറവുള്ള മുറിയിലിരിക്കുമ്പോൾ ജനലിന്റെ വിടവിലൂടെയോ ശരിക്കടയാത്ത കതകിന്റെ വിടവിലൂടെയോ പ്രകാശം കടന്ന് ഭിത്തിയിലടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2020 ജൂണിൽ ഒരു വലിയ സൂര്യഗ്രഹണം നടന്നില്ലേ? അത് കാണുന്നതിനായിട്ട് അച്ഛൻ ഒരു സോളാർ ഫിലിം തയ്യാറാക്കി. അന്ന് പലരും അതിലൂടെ സൂര്യഗ്രഹണം കണ്ടു. അന്ന് അച്ഛൻ പറഞ്ഞു അച്ഛയുടെ ചെറുപ്പത്തിൽ 1979 ഒരു പൂർണ്ണ സൂര്യഗ്രഹണം നടന്നുവെന്ന്. അന്ന് അച്ഛയെ പുറത്ത് വിട്ടില്ല. അന്ന് അവർ താമസിക്കുന്നൊരു ഓടിട്ട വീട്ടിലായിരുന്നു. ഓടിന്റെ ഇടയിലൂടെ പലയിടത്തും പ്രകാശം വീഴുന്നുണ്ടായിരുന്നു. അത് അച്ഛൻ ശ്രദ്ധിച്ചു. അതെല്ലാം ചന്ദ്രക്കലകളായിരുന്നു. എന്താണ് ഇതിന്റെ കാരണം? ഇതാണ് ക്യാമറ ഒബ്സ്ക്യൂറ എഫക്റ്റ്. ഹായ്, മിസ് ടെക് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആവണി അനിൽകുമാർ. നമ്മൾ ഇന്ന് നിർമ്മിക്കാൻ പോകുന്നത് പിൻഹോൾ ക്യാമറയാണ്. പിൻഹോൾ ക്യാമറ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിലും അതെന്താണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അങ്ങനെ പലതും ആർക്കും അറിഞ്ഞുകൂടാ. കുട്ടികളുടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇതൊക്കെ നോക്കുന്നത്. അച്ഛയുടെ ഒരു ഫ്രണ്ട് അവരുടെ മകന് വേണ്ടിയിട്ട് പിൻഹോൾ ക്യാമറ ഉണ്ടാക്കി. പക്ഷെ അതിൻ്റെ ഇമേജ് കിട്ടിയില്ല എന്ന് അച്ഛയോട് പറഞ്ഞു. അപ്പോഴാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചത്. ഒരു ചെറിയ വിടവിലൂടെ ഒരു ഇരുട്ട് മുറിയിൽ പ്രകാശം കടന്ന് എതിർവശത്തുള്ള ഭിത്തിയിൽ പ്രതിബിംബം സൃഷ്ടിക്കുന്നതിനെയാണ് ക്യാമറ ഒബ്സ്ക്യൂറ എഫക്റ്റ് എന്ന് പറയുന്നത്. അറബ് പണ്ഡിതനായ ഇബ്നു അൽ ഫെയ്ത്തമാണ് പിൻഹോൾ ക്യാമറയുടെ മുൻഗാമിയായ പിൻഹോൾ ക്യാമറയെ നിർമ്മിച്ചത്. ഇത് 2011 ബുക്ക് ഓഫ് ഒപ്റ്റിക്സിൽ പരാമർശിച്ചിട്ടുണ്ട്. സ്ക്വാട്ടിഷ് സയന്റിസ്റ്റായ ഡേവിഡ് ബ്രൂസ്റ്ററാണ് പിൻഹോൾ ക്യാമറ ഉപയോഗിച്ച് ആദ്യമായി ഫോട്ടോ എടുത്തത്. 1840കളിലാണ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും കാലതാമസം എടുത്തത്. ഇനി പിൻഹോൾ ക്യാമറ നമുക്ക് നിർമ്മിക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: 2 കാർഡ്ബോർഡ് ബോക്സ്, ഒന്നൊന്നിൻ്റെ അകത്ത് കയറണം. 2 അലൂമിനിയം ഫോയിൽ പേപ്പർ, ഷാർപ്പായ ഹോൾ ഇടുന്നതിന് വേണ്ടിയാണത്. മറ്റെന്തെങ്കിലും ആയാൽ ഹോൾ അടയുകയോ ഹോളിൻ്റെ അകത്ത് വല്ല നൂലിരിക്കുകയോ ചെയ്യും. പിന്നെ ഇൻസുലേഷൻ ടേപ്പ്, കത്രിക, ബട്ടർ പേപ്പർ, പിന്നെ സൂചി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാർഡ്ബോർഡ് ബോക്സസ്. അതിൽ ഒരു ബോക്സിൻ്റെ ഒരു സൈഡിൽ ചെറിയ സ്ക്വയറായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ബോക്സ്. ഇത് നീളമുള്ള ഒരു കാർഡ്ബോർഡ് ഞാൻ ഈ ഒരു പാകത്തിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് അലൂമിനിയം ഫോയിൽ പേപ്പർ. ഇതാണ് ബട്ടർ പേപ്പർ. ഈ ബട്ടർ പേപ്പർ ആ ബോക്സിൽ ഒട്ടാൻ പാകത്തിന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി അതിൻ്റെ മേളിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒരുപാട് ആവരുത്, അതൊരു പാകത്തിനാവണം. അതിലൂടെയാണ് നമ്മൾ നമ്മുടെ ഇമേജ് കാണുന്നത്. പിന്നെ ഇതൊരു കാർഡ്ബോർഡ് പീസാണ്. ഇതിൻ്റെ നടുക്ക് ഞാൻ ഒരു സ്ക്വയറായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നിർമ്മിക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് ഒരു സൈഡിൽ സ്ക്വയറായി കട്ട് ചെയ്തിരിക്കുന്ന ബോക്സ് എടുക്കാം. അതിൻ്റെ ആ സ്ക്വയറുള്ള ഭാഗത്ത് നമുക്ക് അലൂമിനിയം ഫോയിൽ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് നന്നായി ഒട്ടിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ. ഇനി നമുക്ക് 2 സൈഡും ഓപ്പൺ ആയിരിക്കുന്ന ബോക്സ് എടുക്കാം. അതിൻ്റെ ഒരു സൈഡിൽ ബട്ടർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് ടൈറ്റായി ഒട്ടിക്കരുത്, എന്നാലും നമുക്ക് അതിലൂടെയാണ് ഇമേജ് കാണേണ്ടത്. ആ ഒരു രീതിയിൽ ചുളിവൊന്നും വരാത്ത രീതിയിൽ ഒട്ടിക്കണം.
നമുക്ക് ബട്ടർ പേപ്പർ ഒട്ടിച്ച ബോക്സ് എടുക്കാം. അതിൽ ഞാൻ നേരത്തെ ഒരു കാർഡ്ബോർഡ് പീസിൽ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിരുന്ന ആ പീസ് എടുത്ത് ബട്ടർ പേപ്പർ ഒട്ടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. കാരണം നമ്മൾ അതിലൂടെയാണ് നോക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചത്. നല്ല രീതിയിൽ ടൈറ്റ് ആയാണ് ഇരിക്കുന്നത്, കാരണം നമ്മൾ ഇതിലൂടെയാണ് നോക്കുന്നത്. ഇനി നമുക്ക് ആ ബട്ടർ പേപ്പർ ഉള്ള പാർട്ട് മറ്റേ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരുപാട് ഉള്ളിലേക്ക് വെക്കരുത്, അതിൻ്റെ സൈഡ് നല്ല രീതിയിൽ ഒട്ടിച്ചും കൂടെ കൊടുക്കാം. അങ്ങനെ നമ്മുടെ പിൻഹോൾ ക്യാമറ റെഡി. ഇനി നമുക്ക് ഇതിലൂടെയുള്ള ദൃശ്യങ്ങൾ കാണാം.